ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അസമിലെ സിൽച്ചാറിൽ 24,000 കോടി രൂപയോളം വരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ എല്ലാ റിഫൈനറികളും പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുകയാണെന്നും ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്ര സർക്കാർ. വീടുകൾ, ആശുപത്രികൾ തുടങ്ങി അവശ്യ സേവനങ്ങൾക്ക് ഇന്ധന വിതരണം തടസ്സപ്പെടില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ഇറാൻ, ലെബനൻ, ഇസ്രായേൽ എന്നിവിടങ്ങളിലായി മരണസംഖ്യ 2,000 കടന്നു. കേരളത്തിൽ നിലവിൽ വൈദ്യുതി പ്രതിസന്ധിയില്ലെന്നും വൈദ്യുതി നിയന്ത്രണമുണ്ടാകില്ലെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചെസ്സിൽ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്ററായി മായാങ്ക് ചക്രവർത്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ വിശദമായി. അസമിൽ സിൽച്ചാറിലെ അംബികാപൂരിൽ 3 പ്രധാന വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 22,864 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന സിൽച്ചാർ അതിവേഗ ഇടനാഴി, ടൗൺ ഫ്ളൈ ഓവർ, പഥാർകണ്ടി കാർഷിക കോളേജ് എന്നിവ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. വടക്ക് കിഴക്കൻ മേഖല ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്നും ഇവ ഇന്ത്യയെ തെക്ക് കിഴക്കൻ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന പാലമായി മാറുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബരാക് താഴ്വരയിലെ കർഷകരും തോട്ടം തൊഴിലാളികളും അസമിന്റെ വികസനത്തിന് നിർണായക സംഭാവനകൾ നൽകുന്നതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. असम सहित पूरे नॉर्थ ईस्ट के किसानों को होगा, यहाँ के नौजवानों का होगा. इतनी अच्छी कनेक्टिविटी वाले ये सारा क्षेत्र बनने से इस पूरे क्षेत्र में इंडस्ट्री को बल मिलेगा, टूरिज्म को फायदा होगा और सबसे बड़ी बात, हिंदुस्तान का कोना कोना आसानी से आप सबको से जुड़ जाने वाला है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ 18,680 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. 420 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ദേശീയപാതാ പദ്ധതികൾ, ഹാൽദിയ ഡോക്ക് കോംപ്ലക്സിലെ നവീകരണ പ്രവർത്തനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുരുലിയ ആനന്ദ് വിഹാർ ടെർമിനൽ എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന പ്രധാനമന്ത്രി അമൃത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ നാടിന് സമർപ്പിക്കും. BJP സംഘടിപ്പിക്കുന്ന റാലിയിലും അദ്ദേഹം സംസാരിക്കും. പശ്ചിമേഷ്യയിലെ സംഘർഷം 15ാം ദിവസത്തിലും അയവില്ലാതെ തുടരുന്നു. ഇറാൻ, ലെബനൻ, ഇസ്രായേൽ എന്നിവിടങ്ങളിലായി മരണസംഖ്യ 2,000 കടന്നു. വിശദാംശങ്ങളിലേക്ക്. ഇറാനിലെ ഖാർഗ് ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% ഇവിടെ നിന്നാണ്. എന്നാൽ മേഖലയിലെ എണ്ണ വിതരണ സംവിധാനങ്ങളെ അമേരിക്ക ആക്രമിക്കില്ല എന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു. ഇതിന് മറുപടിയായി മേഖലയിലെ മറ്റ് ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. കൂടാതെ ആമസോൺ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ അമേരിക്കൻ കമ്പനികൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾക്കും ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ ഇറാനെതിരെയുള്ള സൈനിക നടപടിയിൽ ഇറാഖിൽ തകർന്നു വീണ അമേരിക്കയുടെ KC-135 വിമാനത്തിലുണ്ടായിരുന്ന 6 സൈനികരും കൊല്ലപ്പെട്ടതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം 13 ഇറാൻ മിസൈലുകൾ തുർക്കി വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതോടെ പിരിമുറുക്കം കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ തുടർന്നാൽ പ്രതികരിക്കുമെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇറാഖിലെ ബാഗ്ദാദിലുള്ള US എംബസിക്ക് നേരെ ഇറാൻ ഇന്നലെ മിസൈൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. എംബസി കോമ്പൗണ്ടിനുള്ളിലെ ഹെലിപാഡിലാണ് മിസൈൽ പതിച്ചത്. ഇറാഖ് സർക്കാർ സ്ഥാപനങ്ങളും വിദേശ എംബസികളും സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയായ ബാഗ്ദാദിലെ ഗ്രീൻ സോൺ മറികടന്നാണ് മിസൈൽ പതിച്ചത്. ആക്രമണത്തെക്കുറിച്ച് ബാഗ്ദാദിലെ US എംബസി ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. US എംബസിയിലെ റഡാർ സംവിധാനം ലക്ഷ്യമിട്ട് ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയിൽ കുടുങ്ങിയ വിദേശികൾക്ക് വിസ കാലാവധി 1 മാസത്തേക്ക് നീട്ടി നൽകുമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. ഈ വിസ കാലാവധിയും നീട്ടിയിട്ടുണ്ട്. കൂടാതെ ഓവർസ്റ്റേ പിഴ ഒഴിവാക്കിയതായും കോൺസുലേറ്റ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. എക്സിറ്റ് പെർമിറ്റുകളും വഴിതിരിച്ചുവിടുന്ന വിമാനങ്ങളിലെ യാത്രക്കാർക്കുള്ള താൽക്കാലിക ലാൻഡിംഗ് പെർമിറ്റുകളും സൌജന്യമായി നൽകും. ഇത് വിസ നിയമലംഘനമായി കണക്കാക്കില്ല.
രാജ്യത്തെ എല്ലാ റിഫൈനറികളും പൂർണ്ണശേഷിയിൽ പ്രവർത്തിച്ചു വരികയാണെന്നും ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്ര സർക്കാർ. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന PNG, CNG വിതരണം തടസ്സരഹിതമായി നടന്നുവരുന്നു. വീടുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് അവശ്യ സേവനങ്ങൾ എന്നിവയിലേക്ക് തടസ്സമില്ലാതെ ഇന്ധന വിതരണം നടത്തുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. അഭ്യൂഹങ്ങൾ വിശ്വസിച്ച് അധിക സംഭരണത്തിന് മുതിരരുതെന്ന് മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. IVRS കോളുകൾ, SMS ബുക്കിംഗ്, വാട്സ്ആപ്പ് ബുക്കിംഗ്, OMCകളുടെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ തുടങ്ങി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ LPG സിലിണ്ടറുകൾ എളുപ്പത്തിൽ ബുക്ക് ചെയ്യാൻ കഴിയും. അതിനാൽ ഉപഭോക്താക്കൾ അകാരണമായി ഏജൻസികൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കാനും മന്ത്രാലയം നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായാലും മറികടക്കാൻ കേരളം സജ്ജമാണെന്നും നിലവിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. LPG ക്ഷാമം കാരണം ജനങ്ങൾ ഇൻഡക്ഷൻ അടുപ്പുകൾ ഉപയോഗിക്കുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധിയോ ആശങ്കയോ ഇല്ലെന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി കൊണ്ടുവരേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ജനങ്ങൾ സ്വയം വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ആരോഗ്യരംഗത്ത് കേരളം ലോകത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത്തരത്തിലുള്ള പുരോഗതിയാണ് ഈ രംഗത്ത് സംസ്ഥാനം കൈവരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ ഇരുവേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആർദ്രം പദ്ധതിയിലൂടെ ആരോഗ്യരംഗത്ത് വലിയ നേട്ടം കൈവരിച്ചതായി മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ഇന്നും മന്ത്രിസഭാ യോഗം ചേരും. വൈകുന്നേരം 7 മണിക്ക് ഓൺലൈനായാണ് യോഗം. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ സിനിമാ നയം, പാട്ടയഭൂമി ഉപയോഗം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ മന്ത്രിസഭ തീരുമാനം കൈക്കൊണ്ടിരുന്നു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിനു ശേഷം 1,58,212 പേർ കൂടി വോട്ടർ പട്ടികയിൽ ഇടം നേടിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫെബ്രുവരി 21 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 2,69,53,644 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. മീനമാസ പൂജകൾക്കായി ഇന്ന് വൈകിട്ട് ശബരിമല നട തുറക്കും. മീനമാസം 1 നാളെ രാവിലെ 5-നാണ് ഭക്തർക്ക് ദർശനത്തിനായി നട തുറക്കുക. പൂജകൾ പൂർത്തിയാക്കി മാർച്ച് 19 രാത്രി 10 നടയടയ്ക്കും. ISL ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 5 മണിക്കാണ് മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ കേരളം 13-മതും ഈസ്റ്റ് ബംഗാൾ 5-മതുമാണ്. ഇന്ന് വൈകിട്ട് 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ബംഗളൂരു മോഹൻ ബഗാനെ നേരിടും. സ്വീഡനിൽ നടന്ന 8ാമത് ഗ്രാൻഡ് മാസ്റ്റർ ടൂർണമെന്റിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കി ഇന്ത്യയുടെ മായാങ്ക് ചക്രവർത്തി. ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച 16-കാരനായ മായാങ്ക് 9-ൽ 7 പോയിന്റുകൾ നേടിയാണ് നേട്ടം കൈവരിച്ചത്. ഇതോടെ ഇന്ത്യയുടെ 94ാമത് ഗ്രാൻഡ് മാസ്റ്ററായും അസമിൽ നിന്നും വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്നുമുള്ള ആദ്യ ഗ്രാൻഡ് മാസ്റ്ററായും മായാങ്ക് ചരിത്രം കുറിച്ചു. FIH വനിതാ ഹോക്കി ലോകകപ്പ് ക്വാളിഫയർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 7:30 തെലങ്കാനയിലെ GMC ബാലയോഗി ഹോക്കി ഗ്രൌണ്ടിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ഇറ്റലിയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. PM ലാപ്ടോപ്പ് സ്കീം 2026 പ്രകാരം കേന്ദ്ര സർക്കാർ എല്ലാ വിദ്യാർത്ഥികൾക്കും സൌജന്യ ലാപ്ടോപ്പോ 25,000 രൂപയുടെ സാമ്പത്തിക സഹായമോ നൽകുന്നുണ്ടെന്ന രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ നിലവിൽ അത്തരമൊരു പദ്ധതി നടത്തുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. പദ്ധതികളെക്കുറിച്ച് ആധികാരിക വിവരങ്ങൾക്ക് പൌരന്മാർക്ക് mysscheme.gov.in സന്ദർശിക്കാവുന്നതാണ്. അതിന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. ഈ വിഭാഗങ്ങൾക്ക് അംഗീകാരവും സംരക്ഷണവും നൽകണമെന്ന BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിവേദനം സ്വീകരിച്ച ശേഷം സമൂഹമാധ്യമത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ എല്ലാ പദ്ധതികളും സുതാര്യമായും തുല്യമായും നടപ്പിലാക്കുമെന്നും ദുർബല വിഭാഗങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അസമിലെ സിൽച്ചാറിൽ 24,000 കോടി രൂപയോളം വരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ എല്ലാ റിഫൈനറികളും പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുകയാണെന്നും ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്ര സർക്കാർ. വീടുകൾ, ആശുപത്രികൾ തുടങ്ങി അവശ്യ സേവനങ്ങൾക്ക് ഇന്ധന വിതരണം തടസ്സപ്പെടില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ഇറാൻ, ലെബനൻ, ഇസ്രായേൽ എന്നിവിടങ്ങളിലായി മരണസംഖ്യ 2,000 കടന്നു. കേരളത്തിൽ നിലവിൽ വൈദ്യുതി പ്രതിസന്ധിയില്ലെന്നും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി.
ചെസ്സിൽ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്ററായി മായാങ്ക് ചക്രവർത്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 3 മണിക്ക്.